ഇനി നമുക്ക് കെമിസ്ട്രി എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. കെമിസ്ട്രിയെ തന്നെ ഞാൻ 3 സബ്ജക്ട്സ് ആയിട്ട് കെമിസ്ട്രിയെ തന്നെ ഞാൻ ഡിവൈഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതായത് ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി മോർ ഓർ ലെസ് ഫിസിക്സ് പോലെ തന്നെ ഫിസിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതേപോലെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. സോ അതിന് ഞാൻ ഫിസിക്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അത് ഭയങ്കര തിയറിറ്റിക്കലാണ്. നമ്മളെ ബയോളജി പോലെ തന്നെ ബാക്കി 2 പാർട്സ് വെച്ച് നോക്കുമ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രി നല്ല തിയറിറ്റിക്കലാണ്. NCERT ആണ് നമ്മുടെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിലോ അല്ലെങ്കിൽ ഡോപ്പയിലുള്ള എക്സാംസിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കോ നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എക്സാംസോ അതൊക്കെ നിങ്ങൾ NCERT വായിച്ചതിന് ശേഷം ബയോളജി പോലെ തന്നെ 2-3 പ്രാവശ്യം വായിക്കുക. ഇതിൻ്റെ കൂടെ ഇതും കൂടി ഈ പ്രോബ്ലംസ് കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. അതായത് ഒരുവിധം എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫാക്ട്സൊക്കെ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, ഡിക്രീസിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഓർഗാനിക് കെമിസ്ട്രി. അതുപോലെ തന്നെ +2 P ബ്ലോക്ക്, D ബ്ലോക്ക് ഈ 2 ചാപ്റ്റേഴ്സ് ലെങ്തിയാണ്, അറ്റ് ദ സെയിം ടൈം വളരെ ഇമ്പോർട്ടൻറ്റ് കൂടിയാണ്. ഇതാണ് ഇൻഓർഗാനിക്കിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഓർഗാനിക്കിലേക്ക് കടക്കാം. ഓർഗാനിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓർഡർ ഫോളോ ചെയ്യണം. ഞാൻ ഫോക്കസ് ഓൺ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ 3rd സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഓർഡർ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇത് ഓർഗാനിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓർഗാനിക്കിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് നോമൻക്ലേച്ചർ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 11th പഠിപ്പിക്കുന്നത്. നോമൻക്ലേച്ചർ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓർഗാനിക്കിൽ എന്താ പറയുക, ഇതിങ്ങനെ കണ്ടിന്യൂ ആയി ആഡ് ചെയ്യുന്നില്ലേ. ഓരോ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് കഴിഞ്ഞ് പിന്നെ കാർബോക്സിലിക് ഓരോ ചാപ്റ്ററിലേക്ക് അത് ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്സ് അതിങ്ങനെ ആഡപ്പ് ആയി വരും ലാസ്റ്റ് അമൈൻസിൻ്റെ ചാപ്റ്റർ വരെ അല്ലേ. സോ അമൈൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിലെ റിയാക്ഷൻസും മെക്കാനിസംസും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ദി ഓർഡർ. ഓർഗാനിക്കിലും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അത് ഫോളോ ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി റിയാക്ഷൻസ് ആൻഡ് നോമൻക്ലേച്ചർ ഒരുപാട് പ്രാക്ടീസിലൂടെ മാത്രം നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റീഡ് ദ NCERT ആൻഡ് ദെൻ സോൾവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ പോകുന്നില്ല. ഇതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ കവർ ചെയ്യും. ലാസ്റ്റായിട്ടുള്ളത് നമ്മുടെ ഫിസിക്സാണ്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അല്ലേ. ഫിസിക്സിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഫിസിക്സിലാണ് നിങ്ങളെ ബേസിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരിക. അതായത് പലപ്പോഴും ബേസിക്സ് ശരിയാവാത്തതാണ് ഫിസിക്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ആർക്കും ഫിസിക്സ് ഇത്ര ഡിഫിക്കൽട്ട് ആകാനുള്ള ഒരു റീസൺ അതാണ്. സോ നിങ്ങൾ ഏത് മെത്തേഡാണോ, ബുക്ക് റീഡിങ്ങിലൂടെ ആവാം, NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താവാം, അല്ലെങ്കിൽ മറ്റ് റെഫറൻസ് ബുക്സ് വായിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ വായിച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഓൺലൈൻ പല ലെക്ചർ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ കോൺസെപ്റ്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് ഹൈലി റെക്കമെൻഡഡ് ആണ്. ബട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് ഇസ് നോട്ട് ദി ഓൺലി വേ. നിങ്ങളെ ബേസിക്സ് ഫിസിക്സിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ NCERT ടെക്സ്റ്റ് ബുക്ക് ഇസ് നോട്ട് ദി ഓൺലി ബുക്ക് ടു ഫോളോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതിലൂടെയാണ് നിങ്ങൾക്ക് ബേസിക്സ് തറോ ആകുന്നത് അതാദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോവുക. ഒരു പ്രോബ്ലത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഞാൻ ആക്ച്വലി നമ്മുടെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോസിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പറ്റുമെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഫോർമുലാസ് ഉണ്ടാവും. ഫിസിക്സിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഒരു ഷീറ്റിൽ എഴുതി വെക്കുക. അതായത് ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് എല്ലാത്തിൻ്റെയും ലോസും ചാർജിൻ്റെ എല്ലാ ഇക്വേഷൻസും മൊത്തം നിങ്ങളൊരു പേപ്പറിലാക്കിയിട്ട് ആ പേപ്പർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫൈനൽ ലാബ് റിവിഷനും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ദിസ് ഇസ് ഹൗ എന്താ പറയുക, ഒരു റഫായിട്ട് എങ്ങനെ നിങ്ങളൊരു സബ്ജക്റ്റിനെ മാസ്റ്റർ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കുറച്ചും കൂടിയും ആക്ച്വൽ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കടക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.